എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടു എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം, ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ്, അതിന്റെ പ്രോബ്ലംസ് ആയിട്ട് അഥവാ മെഷർമെന്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താന്ന് പറഞ്ഞിരുന്നു, അതിന്റെ 5 ഡിഗ്രികളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി പറയാൻ പോകുന്നത് ഈ 5 രീതികൾ അനുസരിച്ച് 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ മെഷർ ചെയ്യുന്നത്. ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്ന 3 രീതികളെ കുറിച്ചിട്ടാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് പേഴ്സൻറ്റേജ് മെത്തേഡ് അഥവാ ശതമാന രീതി. 2 ജോമെട്രിക് മെത്തേഡ് അല്ലെ ബിന്ദു രീതി. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെലവ് രീതി. അങ്ങനെ 3 രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പ്രധാനമായിട്ടും എന്റെ സുഹൃത്തുക്കൾ, എന്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡിമാൻഡ് കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്നതാണ് സപ്ലൈ. അപ്പൊ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ചെറിയൊരു മാറ്റങ്ങളാണെങ്കിൽ പോലും അത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വരും കാലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ ഈ ഒരു വിഷയത്തില് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇതൊക്കെ പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. ഈ പെർസെന്റേജ് മെത്തേഡ് എന്ന് പറയുന്നതിൽ ഇക്വേഷനിൽ ഇതുവരെ എന്തില്ല, മാറ്റമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോ പെർസെന്റേജ് മെത്തേഡ് അനുസരിച്ച് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്നത് എങ്ങനെയാണ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, ആ ഇക്വേഷനിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, പെർസെന്റേജ് മെത്തേഡ് അനുസരിച്ച് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഡിവൈഡ് ബൈ ക്യൂ. ഈ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അഥവാ ഡിമാൻഡിൽ വന്ന മാറ്റം. ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ വന്ന മാറ്റം, ചേഞ്ച് ഇൻ പ്രൈസ്. പി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി. അപ്പൊ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആദ്യത്തെ പ്രൈസ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഡിമാൻഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇക്വേഷനിലുള്ള കാര്യങ്ങളിലുള്ള എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു പേനയുടെ വില 5 രൂപയിൽ നിന്ന് 3 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ, പ്രൈസ് 5 രൂപയിൽ നിന്ന് 3 രൂപയായിട്ട് പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിച്ചു, 30 നിന്ന് 50 ആയിട്ട് വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുക എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഒന്നുകൂടി ചോദ്യം ശ്രദ്ധിക്കുക. 5 രൂപയിൽ നിന്ന് ഒരു വസ്തുവിന്റെ വില 5 രൂപയിൽ നിന്ന് 3 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് 30 നിന്ന് 50 ആയിട്ട് വർദ്ധിച്ചു. അങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുക. നമ്മൾ പറഞ്ഞിരുന്നത് ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞതിനടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം 5 നിന്ന് 3 ആയിട്ട് കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഡിമാൻഡ് 30 നിന്ന് 50 ആയിട്ട് വർദ്ധിച്ചു. ഡിമാൻഡ് പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. അപ്പൊ അത് ക്വസ്റ്റ്യനിലുള്ളതിൽ യാതൊരു തരത്തിലുള്ള എററുകൾ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി ഈ ഒരു ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിൽ വന്ന മാറ്റം എന്താ, 30 നിന്ന് 50 ആയിട്ട് വർദ്ധിച്ചു. എത്രയാണ് അവിടെ മാറ്റം വന്നിട്ടുള്ളത്, 20 അല്ലേ, 30 നിന്ന് 50 ആയിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അതല്ല മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വന്ന മാറ്റം 5 നിന്ന് 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. എത്രയാണ് മാറ്റം വന്നിട്ടുള്ളത്, 2 ഇൻറ്റു പി ഡിവൈഡ് ബൈ ക്യൂ. എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ് അഥവാ ആദ്യത്തെ പ്രൈസ് എത്ര, 5 നിന്ന് 3 ആയിട്ട് മാറ്റം വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ പ്രൈസ് എത്ര, 5 ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 നിന്ന് 50 ആയിട്ട് വർദ്ധിച്ചു. എന്താ ഡിമാൻഡിൽ വന്നിട്ട് മാറ്റം എന്താണ്, ആദ്യത്തെ ഡിമാൻഡ് എത്രയാണ്, 30 നിന്നാണല്ലോ 50 മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ 30. അപ്പൊ 20 ഇൻറ്റു 5 അപ്പൊ 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 30 60 ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 60 ഈക്വൽ ടു 1.6. അപ്പോ നമുക്ക് ഉത്തരം കിട്ടിയത് 1.6
6 എന്ന് ഉത്തരം കിട്ടി. അപ്പൊ 1.6 എന്ന് ഉത്തരം കിട്ടിയത് നമ്മൾ 5 ഡിഗ്രികളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് 5 ഡിഗ്രികൾ? ഒന്ന് ഇൻഫിനിറ്റീവ് എപ്പോഴാവുക? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഒന്നിനേക്കാൾ കൂടുന്നത് എപ്പോഴാണ്? ഇലാസ്റ്റിക് ഡിമാൻഡ്. ഒന്നിനേക്കാൾ കുറയുന്നത് എപ്പോഴാണ്? ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഒന്നിന് സമമാവുന്നത് എപ്പോഴാണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. എപ്പോഴാണ് 0 ആവുന്നത്? ഇൻ പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. അങ്ങനെ 5 ഡിഗ്രികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ഈ കിട്ടിയ 1.6 എന്ന് പറയുന്നത് എത്രയാണ് ഡിഗ്രി എന്ന് പറയുന്നത്? ഒന്നിനേക്കാൾ കൂടുതലല്ലേ? ഒന്നിനേക്കാൾ കൂടുതലല്ലേ? ഇപ്പൊ ഈ 5 ഒന്നിനേക്കാൾ കൂടുതലല്ലേ? അപ്പൊ ഒന്നിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് ഏതാണ്? ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. അപ്പോ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ തരാം, അത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങൾ മനസ്സിലായോ എന്നുള്ളത്. ഈ ജോമെട്രിക് മെത്തേഡ് ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുക എന്നുള്ളതാണ് ഞാൻ ബോർഡിൽ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ടുള്ളത്. അതിന്റെ ഇക്വേഷൻ ഇവിടെ ശ്രദ്ധിക്കുക. ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ്, അഥവാ കീഴ്ഭാഗം ഡിവൈഡ് ബൈ മുകൾ ഭാഗം എന്നുള്ളതാണ് ഈ ജോമെട്രിക് മെത്തേഡ് അനുസരിച്ച്, അഥവാ ബിന്ദു രീതി അനുസരിച്ച് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്നത്. അപ്പൊ എങ്ങനെയാണ്, എന്താണ് ജോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഗ്രാഫ് വരച്ച് വ്യത്യസ്ത ബിന്ദുകൾ രേഖപ്പെടുത്തി അതിൽ നിന്ന് ഓരോ അളവുകൾ രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്ത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലുള്ള ജോമെട്രിക് മെത്തേഡ് അനുസരിച്ചുള്ളത്. അപ്പോ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്, എക്സ് അക്ഷം വരച്ചു, 0 രേഖപ്പെടുത്തി, y രേഖപ്പെടുത്തി. അപ്പോ ഗ്രാഫ് വരച്ച് ആ ഗ്രാഫിൽ 5 ഡിഗ്രികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ, ബി, സി, ഡി, ഇ. എ മുതൽ ഇ വരെ ഉള്ളതിൽ എങ്ങനെയാണ് ഓരോ അളവുകൾ നമ്മൾ പഠിച്ച 5 ഡിഗ്രികൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് 5 ഡിഗ്രികൾ? ഒന്ന് ഇൻഫിനിറ്റീവ്, ഒന്ന് ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1, ഈക്വൽ ടു 1, 0. അങ്ങനെ 5 ഡിഗ്രികളാണ് നമ്മൾ പറഞ്ഞത്. 5 ഡിഗ്രികൾ എങ്ങനെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ജോമെട്രി മെത്തേഡ് അനുസരിച്ച് ഇലാസ്റ്റിസിറ്റി കാണുന്നത്. അപ്പൊ ഒന്ന് ഓരോ നോക്കുക. എയിൽ നിന്ന് ഇയിലേക്ക് പോകും തോറും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ എയിൽ നിന്ന് ഇയിലേക്ക് പോകും തോറും ഡിമാൻഡിനെയും, ഇയിൽ നിന്ന് എയിലേക്ക് പോകും തോറും അതിനെ പ്രൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ എയിൽ നിന്ന് ഇയിലേക്ക് പോകും തോറും ഡിമാൻഡിനെയും, ഇയിൽ നിന്ന് എയിലേക്ക് പോകും തോറും പ്രൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നോക്കുക, എ എന്ന് പറയുന്നതിന്റെ ഡിഗ്രി എത്രയാണ്? ബി എന്ന് പറയുന്നതിന്റെ ഡിഗ്രി എത്രയാണ്? സി എന്ന് പറയുന്നതിന്റെ ഡിഗ്രി എത്രയാണ്? ഡി, ഇ എന്ന് പറയുന്നതിന്റെ ഡിഗ്രി എത്രയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ എയിൽ നിന്ന് ഇയിലേക്ക് ഡിമാൻഡ്. അപ്പൊ എന്റെ ലോവർ സെഗ്മെന്റും അപ്പർ സെഗ്മെന്റും ഉപയോഗപ്പെടുത്തിയിട്ട് ജോമെട്രിക് മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. എ ഈക്വൽ ടു എയുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്നത് എങ്ങനെയാണ്? എ ഈക്വൽ ടു എ ഇ ഡിവൈഡ് ബൈ എ എന്നാണ്. എങ്ങനെ കിട്ടി? എ ഇ എന്ന് പറയുന്നത് എന്താണ്? എ ഇ എന്ന് പറയുന്നതാണ് ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത്, കീഴ്ഭാഗം. അപ്പർ സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്റെ മുകളിൽ വേറെ ഡോട്ടുകൾ ഇല്ലല്ലോ, ബിന്ദുകൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് എ തന്നെ കൊടുത്തു. അപ്പൊ അത് ഏതായിരിക്കും? എയിൽ നിന്ന് ഇയിലേക്ക് ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. എത്ര ഉണ്ട്? ഡിമാൻഡ് ഇത്രക്ക് ഉണ്ട്, എന്നാ പ്രൈസ് എത്രയേ ഉള്ളൂ? ആകെ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് അതിന്റെ ഡിഗ്രി? എന്താണ്? ഇൻഫിനിറ്റീവ് ആയിരിക്കും. അഥവാ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ കാളും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ് സംഭവിക്കുന്നത് എങ്കിൽ അതിനെയാണ് എന്ത് പറയാ? ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞിരുന്നത്. അത് ഇൻഫിനിറ്റീവ് എന്ന് കൊടുത്തു. അപ്പൊ എന്റെ ഡിഗ്രി എന്തായിരിക്കും? ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇനി ശ്രദ്ധിക്കാതെ ഇത് മനസ്സിലായിട്ടില്ലല്ലോ. ഓക്കെ, ബി മനസ്സിലാവും. ബി ഈക്വൽ ടു എന്തായിരിക്കും? ബിയുടെ ലോവർ സെഗ്മെന്റ് എത്ര? ബി ഇ ഡിവൈഡഡ് ബൈ ബി എ. ബിഇ ഡിവൈഡ് ബൈ ബി എ എന്നാണ് ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോ നോക്കുക, ബിയിൽ നിന്ന് ഇയിലേക്കാണ് ഡിമാൻഡ്. ബിന്റെ ഇ എന്ന് പറയുന്ന ഡിമാൻഡ് എത്ര ഉണ്ട്? ഇത്രയും ഡിമാൻഡ് ആണുള്ളത്. പ്രൈസ് എത്രയാണ്? ഇത്രയാണ്. പ്രൈസ് ഇത്രയേ ഉള്ളൂ. അഥവാ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഡിമാൻഡ് സംഭവിച്ചിട്ടുണ്ട്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാളും കൂടിയ രീതിയിൽ ഡിമാൻഡ് സംഭവിക്കുക എന്നുള്ളത് ഏതായിരിക്കും? ഡിഗ്രി എന്താണ്? ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഒന്നിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ ബിയുടെ ഡിഗ്രി എന്തായിരിക്കും? ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തത് സി. സിയുടെ ഡിഗ്രി, സിയുടെ എങ്ങനെ ഇലാസ്റ്റിസിറ്റി കാണാം? സിയുടെ ഈക്വൽ ടു ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ്, സിഇ ഡിവൈഡ് ബൈ സി എ ആയിരിക്കും. അപ്പൊ
എന്ന് പറയുന്നത് ഇത്രയാണ് ഡിമാൻഡ് ഉള്ളത്, എത്രയാണ് പ്രൈസ് ഉള്ളത്, ഇത്രയാണ് പ്രൈസ്. അഥവാ ഡിമാൻഡും പ്രൈസും എന്തായിരിക്കും ഈക്വൽ ആണ്. ആ ഡിമാൻഡിൽ ഉണ്ടാകുന്ന പ്രൈസിൽ ഉണ്ടായ മാറ്റം അതേ മാറ്റം തന്നെ ഏതിലും സംഭവിച്ചിട്ടുള്ളത്, ഡിമാൻഡിലും സംഭവിച്ചിട്ടുള്ളത്. അതേതായിരിക്കും, ഒന്നിന് സമമായിരിക്കും. അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അടുത്തത് ഡിയുടെ എങ്ങനെ കാണാം? ഡിയുടെ ജോമെട്രിക് മെത്തേഡ് അനുസരിച്ച് ഇലാസ്റ്റിസിറ്റി എങ്ങനെ കാണാം? ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ഡി ഇ ആണ് ഇത് ഡിമാൻഡ്, അഥവാ അതിന്റെ കീഴ്ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഡി ഇ ആണ് ഡിവൈഡഡ് ബൈ ഡി എ, ഏത് അപ്പർ സെഗ്മെന്റ് ഡി എ. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഡി ഇ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എന്ത് ഡിമാൻഡ് ഉള്ളൂ. ഡിമാൻഡ് എത്രയേ ഉള്ളൂ? ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. എന്നാ പ്രൈസ് എത്ര ഉണ്ട്? ഇത്രയും ഭാഗമുണ്ട് പ്രൈസ്. അഥവാ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാളും കുറഞ്ഞ രീതിയിലാണ് ഡിമാൻഡ് വരുന്നത് എങ്കിൽ അതിന് നമ്മൾ പറഞ്ഞിരുന്നു ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിഗ്രി എന്തായിരുന്നു? ഒന്നിനേക്കാൾ കുറവാണ്. അഥവാ ഒന്നിനേക്കാൾ കുറവാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അവസാനത്തതാണ് ഇ എന്ന് പറയുന്നത്. ഇ ഈക്വൽ ടു അതിന്റെ എങ്ങനെ ജോമെട്രിക് മെത്തേഡ് അനുസരിച്ച് ഇലാസ്റ്റിസിറ്റി എങ്ങനെ കാണാം? ഈ ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇക്ക് താഴെ വേറെ സംഖ്യ ഇല്ല. അപ്പോ ഇ ഡിവൈഡഡ് ബൈ ഇ എ എന്തായിരിക്കും? ഡിമാൻഡ് പ്രൈസിലുണ്ടായ മാറ്റം എത്രയുണ്ട്? ഇത്രയുണ്ട്. ഡിമാൻഡ് എത്ര ഉള്ളൂ? അതുകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ല, 0 ആണ്. അഥവാ ഡിമാൻഡ് ഇത്രയാണ്, 0 ആണ്. അപ്പൊ പ്രൈസിലുണ്ടായ മാറ്റത്തിനേക്കാളും ഡിമാൻഡ് എന്ത് സംഭവിക്കുക? 0 ആയിരിക്കും. ഒരു മാറ്റവും ഇല്ലാതെ, ഒരു പ്രതികരണ ശേഷി ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥക്കാണ് എന്ത് പറയാ? 0 അഥവാ പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡിഗ്രി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ 5 പോയിന്റുകൾ രേഖപ്പെടുത്തി 5 ഡോട്ടുകൾക്കും എങ്ങനെയാണ് ഓരോ ഡിഗ്രികൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ജോമെട്രിക് മെത്തേഡ് അനുസരിച്ച് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ജോമെട്രിക് മെത്തേഡ് അനുസരിച്ച് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ മുതൽ ഇ വരെ 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ആണ് എ മുതൽ ഇ വരെ എന്നുള്ളത്. അപ്പൊ എ മുതൽ ഇ വരെ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ മുതൽ ഇ വരെ 6 സെന്റിമീറ്റർ ആണ് സി എന്ന് പറയുന്ന ബിന്ദുവിന്റെ പോയിന്റിന്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സിയുടെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്ത്? കീഴ്ഭാഗം ഡിവൈഡ് ബൈ മുകൾ ഭാഗം, അഥവാ ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ്. അപ്പോ സി ഈക്വൽ ടു സിയുടെ ലോവർ സെഗ്മെന്റ് എത്രയാണ്? സി ഇ ആണ് ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് എത്രയാണ്? സി എ ആണ്. അപ്പോ പ്രൈസിൽ ഉണ്ടായ മാറ്റം നോക്കുക, സി ഇ ഡിവൈഡ് ബൈ സി എ എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ സി ഇ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 6 സെന്റിമീറ്റർ ആണ് എ മുതൽ ഇ വരെ എന്നെങ്കിൽ എത്രയാവും? എ മുതൽ ഇ വരെ എത്രയാവും? 3 സെന്റിമീറ്റർ ആവും. 3 സെന്റിമീറ്റർ. ബാക്കി 3 സെന്റിമീറ്റർ സി മുതൽ ഇ വരെയാണ് 3 സെന്റിമീറ്റർ. അപ്പോ സിഇ എന്ന് പറയുന്നത് എത്രയായി? അപ്പൊ 3 സെന്റിമീറ്റർ ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ, ബി സി എന്ന് പറയുന്നത് അതും 1.5 സെന്റിമീറ്റർ, സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 സെന്റിമീറ്റർ, ഡി ഇ എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ. അപ്പോ 1.5 സെന്റിമീറ്റർ ആണ് എ ബി മുതൽ ബി സി വരെ 1.5, സി മുതൽ ഡി വരെ 1.5, ഡി മുതൽ ഇ വരെ 1.5. അത് ടോട്ടൽ ആണ് ഈ പറയപ്പെടുന്ന 1.5 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് പറഞ്ഞിട്ടുള്ള സിഇ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എത്ര സെന്റിമീറ്റർ ഉണ്ട്? 1.5 എത്രയായി? 3 ഡിവൈഡഡ് ബൈ സി എ എന്ന് പറയുന്നത് എന്നതും 3 സെന്റിമീറ്റർ ഈക്വൽ ടു 1. എത്രയായിരിക്കും? സിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന്റെ ജോമെട്രിക് മെത്തേഡ് അനുസരിച്ച് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം, അതിന്റെ ഇക്വേഷൻ ആണ് പി ഇൻറ്റു ക്യൂ.
പി ഇൻറ്റു ക്യൂ അഥവാ നമുക്ക് ജസ്റ്റ് നോക്കുക. പ്രൈസ് എന്ന് പറയുന്നത് 10, 20, പി 10, 20, 30. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5, 4, 3 എന്നാണ്. അപ്പൊ പ്രൈസ് അത് അങ്ങനെ അപ്പൊ അതിന്റെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് കാണാം. പി ഇൻറ്റു ക്യൂ 10 ഇൻറ്റു 5 ഈക്വൽ ടു 50, 20 ഇൻറ്റു 4 20, 40, 60, 80, 30, 90. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് കാണാൻ പറ്റും. ഇതാണ് ഏത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.